ട്രംപിന്റെ ഞാനാണ് എല്ലാം എന്നുള്ള ആ ധാർഷ്ട്യമുണ്ടല്ലോ അത് അവസാനിച്ചു. സ്ട്രീറ്റ് ഓഫ് ഹോർമൂസ് വീണ്ടും അടച്ചു ഇറാൻ. കാരണക്കാരൻ ആരാണെന്ന് പ്രത്യേകിച്ച് പറയണ്ടല്ലോ. പിന്നെ കാരണം എന്താണ് നമുക്ക് പരിശോധിക്കാം. അതുപോലെ ഇസ്രായേലി പോലീസ്, ഇസ്രായേലി മിലിറ്ററി, ഇസ്രായേലി സെറ്റിലേഴ്സ്, ഇസ്രായേലികൾ വളരെയധികം മോറൽ വാല്യൂസ് കാത്തു സൂക്ഷിക്കുന്ന ആളുകളാണെന്നാണല്ലോ വെപ്പ്. അവരുടെ നീചമായിട്ടുള്ള ക്രൂരമായിട്ടുള്ള ചില പ്രവൃത്തികളുടെ വീഡിയോസ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. നമുക്ക് അതും കാണാം. അതുപോലെ US ഇസ്രായേലിനെ അടിക്കാനുള്ള പുറപ്പാടുണ്ട് എന്നുള്ള ഒരു ന്യൂസ് പുറത്തേക്ക് വരുന്നുണ്ട്. ആ ന്യൂസ് നമുക്ക് ഇതിന്റെ അവസാനം നോക്കാം. ആദ്യം തന്നെ സ്ട്രീറ്റ് ഓഫ് ഹോർമൂസ് അടക്കാനുള്ള കാരണം നമുക്ക് ആ വീഡിയോ ഒന്ന് ആദ്യം കാണാം. Bringing you that breaking news out of Iran this hour, and Tehran has closed the Strait of Hormuz again. The Iranian Revolutionary Guard Corps says the strait has reverted to its previous state, meaning the waterway is again closed and under the control of Tehran. They say that is because of US, quote, piracy, as they put it, as Washington has continued to enforce its blockade of Iranian ships and ports. The strait had been declared open to commercial shipping on Friday by Iran, and some ships had already begun to transit. കേട്ടില്ലേ? പൈറസി, കടൽക്കൊള്ള ആരോപിച്ചിട്ടാണ് ഇറാൻ ഇപ്പോൾ ഇത് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇറാൻ ഇന്നലെ ഇത് തുറക്കുമ്പോൾ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, രണ്ട് കണ്ടീഷൻസ്. ഒന്ന്, IRGCയുടെ പെർമിഷൻ ഇല്ലാതെ ഇതിലൂടെ ഒരു വെഹിക്കിളും പോകാൻ പാടില്ല, വെസൽസും പോകാൻ പാടില്ല. അതുപോലെ മിലിറ്ററി വെസൽസും പോകാൻ പാടില്ല. അതുപോലെ US ബ്ലോക്കേജ് ഒഴിവാക്കണം, നിർത്തി പൊയ്ക്കൊള്ളണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് സ്ട്രീറ്റ് ഓഫ് ഹോർമൂസ് തുറക്കാമെന്ന് ഇന്നലെ ഇറാൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ സ്റ്റിൽ ഇപ്പോഴും ബ്ലോക്കേജ് ഉണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. അതുകൊണ്ടാണ് ഇറാൻ ഈ ഒരു കാര്യം, അതായത് സ്ട്രീറ്റ് ഓഫ് ഹോർമൂസ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. നമ്മളെ ട്രംപണനെ പോലൊന്നല്ല IRGC. ട്രംപണൻ ഇപ്പോൾ പറഞ്ഞത് പിന്നീട് മാറ്റി പറയും. IRGC എന്ന് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യും. അവരടക്കുമെന്ന് പറഞ്ഞാൽ അടച്ചിരിക്കും, അവരടച്ചു. നമ്മുടെ ട്രംപണൻ ഇന്നലെയാണോ മിനിയാന്നാണോ കൃത്യമായി ഓർമ്മയില്ല, പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്ട്രീറ്റ് ഓഫ് ഹോർമൂസ് തുറന്നില്ലെങ്കിൽ, അതുപോലെ പീസ് എഗ്രിമെന്റിൽ സൈൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇറാനെ ബോംബിട്ട് നശിപ്പിച്ചു കളയുമെന്ന്. ഇയാൾ ഇത് ആദ്യമേ പറയാൻ തുടങ്ങിയത്, നശിപ്പിച്ചു കളയുമെന്ന്. അങ്ങനെ ഒരുപാട് നശിപ്പിച്ചല്ലോ അല്ലെ. ആ നശിപ്പിച്ച ഇറാനാണ് ഇപ്പോൾ വീണ്ടും US വെല്ലുവിളിച്ചിട്ടുള്ളത്. അതായത് സ്ട്രീറ്റ് ഓഫ് ഹോർമൂസ് ഇന്നലെ തുറന്നു എന്ന് IRGCയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ ട്രംപും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടാണ് തുറന്നിട്ടുള്ളത്, ഇനി അടക്കില്ല എന്നാണ് ട്രംപ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ അടച്ചു. കാരണക്കാരൻ ട്രംപ് തന്നെ. കാരണം അവിടുന്ന് പിൻവലിക്കാൻ പറഞ്ഞു, പിൻവലിച്ചില്ല. അതുകൊണ്ട് തന്നെ അവർ അത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനി എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം. ഇനി ഇസ്രായേലിലോട്ടേക്ക് പോവാം. ഇസ്രായേലിലെ ഈ പറയുന്ന മോസ്റ്റ് മോറൽ ആർമി, അതുപോലെ പോലീസ്, അവിടുത്തെ ഇസ്രായേലി പോലീസ് അവർ ചെയ്ത ഒരു പ്രവൃത്തി ഒന്ന് കാണാം. കണ്ടല്ലേ, ജെറുസലേമിൽ നിന്നും കുട്ടികളുടെ കയ്യിൽ നിന്നും, അതായത് പാലസ്തീനി കുട്ടികളാണ്, അവരുടെ കയ്യിൽ നിന്നും ഈ ടോയ്സ്, ഈ ബോൾ ഉണ്ടല്ലോ, കളിക്കുന്ന കളിപ്പാട്ടം, ടോയ്സ് ആണ്, ഫുട്ബോൾ, അതുവരെ കൊണ്ടുപോയി പൊട്ടിച്ചു കളയുന്ന ദൃശ്യമാണ് ഇപ്പോൾ കണ്ടിട്ടുള്ളത്. കുട്ടികളുടെ കയ്യിലുള്ള ടോയ്സ്, കളിപ്പാട്ടത്തിനെ പോലും വെറുതെ വിടാത്ത ദ മോസ്റ്റ് മോറൽ ഇസ്രായേലി പോലീസ് ഫോഴ്സിന്റെ അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളത്. ഇവർക്ക് എന്ത് അധികാരമാണുള്ളത് ഇതൊക്കെ ചെയ്യാൻ? ഇവന്മാര് ഇവിടെ വന്നു, സെറ്റിലേഴ്സ് ആയിട്ട് കുടിയേറ്റം, കയ്യേറി, സ്ഥലങ്ങളൊക്കെ കയ്യേറി, വീടുകൾ കയ്യേറി, അവിടെ ലാൻഡ്സ് കയ്യേറി, അങ്ങനെ വന്ന് ജീവിച്ച ആളുകളല്ലേ. ഇപ്പോൾ ആ സ്ഥലത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഇവന്മാരാണ്. എന്ത് അധികാരമാണ് ഇവർക്കുള്ളത്? ഇനി നമുക്ക് വേറൊരു വിഷ്വൽ കാണാം. ഈ വിഷ്വൽ ഒരു 3 ദിവസം ബാക്കിലേക്കുള്ളതാണ്, 3 ദിവസം മുൻപുള്ള ഒരു വീഡിയോ ആണ്. അതായത് സ്കൂളിലേക്ക് പോകുന്ന പാലസ്തീനിയൻ കുട്ടികളെ ബ്ലോക്ക് ചെയ്യുന്ന ഒരു ദൃശ്യമാണ്. കണ്ടു നോക്കാം. طبعا كثير بفكر مش بالضرب الجزاء ليش مقصر فيها وشر
കണ്ടില്ലേ, ഏകദേശം 55 കുട്ടികൾ സ്കൂളിൽ പോകുന്ന ഒരു വഴിയാണ്, അതായത് ആകെ ഉള്ള ഒരു വഴിയാണ്. ആ വഴിയാണ് ഇവർ ആ റോഡ് ക്ലോസ് ചെയ്തിട്ട്, അതായത് കിർബത്ത് അൽ ഖൈർ എന്ന് പറയുന്ന റോഡ്, ആ ഒരു ഭാഗം ബ്ലോക്ക് ചെയ്തു. എന്തിന്? ഈ 55 കുട്ടികൾ സ്കൂളിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് അവരുടെ മോറൽ, അവരുടെ എത്തിക്കൽ വാല്യൂ. ഈ ഇസ്രായേലി സെറ്റിലേഴ്സിന്റെ, ഇസ്രായേലി തീവ്രവാദികളുടെ കയ്യിലില്ല. ഇതേ തീവ്രവാദികളുടെ മറ്റൊരു ദൃശ്യം കൂടി പുറത്തു വന്നിട്ടുണ്ട്, കണ്ടു നോക്കാം. കണ്ടില്ലേ, മറ്റൊരു രാജ്യത്തേക്ക് വന്ന് അവിടെ പാർത്ത് അവിടുത്തെ സ്ഥലങ്ങൾ തട്ടിയെടുത്ത്, വീടുകൾ തട്ടിയെടുത്ത്, എല്ലാം തട്ടിയെടുത്തിട്ട് ഇപ്പോൾ അവിടെ ഓൾറെഡി താമസിച്ച ആളുകൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. റോഡുകൾ ബ്ലോക്ക് ചെയ്യുന്നു, അവരെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നു, അവരുടെ വീട് ആക്രമിക്കുന്നു. ഇപ്പോൾ കണ്ടിട്ടുള്ളത് ആ ഒരു അവർക്ക് പോകാനുള്ള ഒരു വഴി അത് ബ്ലോക്ക് ചെയ്തു വെച്ചിരിക്കുകയാണ് ഇവന്മാർ. ഇതൊക്കെ കണ്ട് ലോക പോലീസാണെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന അമേരിക്ക അവരുടെ കൂടെ നിൽക്കുന്നു, അവരെ സഹായിക്കുന്നു. മറ്റു രാജ്യങ്ങളാണെങ്കിൽ മൗനത്തിലാണ്. ഇനി UN കാര്യം നോക്കലാണെങ്കിൽ UN ചില സമയത്ത് പറയും അവരത് ചെയ്യുന്നുണ്ട്, ചില സമയത്ത് പറയും ചെയ്യുന്നുണ്ടോ, ഒരു നിലപാടില്ല, ഇടക്കിടക്ക് നിലപാട് മാറിക്കൊണ്ടിരിക്കും. അങ്ങനെയൊക്കെയാണ് ലോകത്തിന്റെ കാര്യങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി വേറൊരു ന്യൂസ് US നിന്ന് വരുന്നുണ്ട്. CNN പുറത്തുവിട്ടുള്ള ന്യൂസ് ആണ്. USS ജെറാൾഡ് R. ഫോർട്ട്, ദ വേൾഡ്സ് ലാർജസ്റ്റ് എയർക്രാഫ്റ്റ് കരിയർ, വേൾഡിന്റെ ലാർജസ്റ്റ് ആയിട്ടുള്ള ഒരു എയർക്രാഫ്റ്റ് കരിയർ ആണ്, അമേരിക്കയുടേതാണ്. ഇത് അലോങ് വിത്ത് 2 ഡിസ്ട്രോയേഴ്സ്, 2 ഡിസ്ട്രോയേഴ്സ് ഉണ്ട്. ലെഫ്റ്റ് ഈസ്റ്റേൺ മെഡിറ്ററേനിയനിൽ നിന്നും വിട്ടു ത്രൂ സ്വീസ് കനാലിലൂടെ നൗ ഓപ്പറേറ്റിംഗ് റെഡ് സീയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് US ഒഫീഷ്യൽ പുറത്തുവിട്ടുള്ള എന്നാണ് പറഞ്ഞത്. The move is part of preparation to potentially resume military strikes against Iran in case a deal is not reached. ഒരു ഡീല്, അതായത് ഇവർ പറയുന്ന പീസ് ഡീലിലേക്ക് റീച്ച് ആയിട്ടില്ലെങ്കിൽ ഇറാനെതിരെ മിലിറ്ററി സ്ട്രൈക്ക് ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. ആ ഒരു പ്രിപ്പറേഷൻ ആയി ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു മൂവ് എന്നാണ് പറഞ്ഞത്. അതുപോലെ USS എബ്രഹാം ലിങ്കൺ എയർക്രാഫ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. എവിടെ? മിഡിൽ ഈസ്റ്റിൽ തന്നെ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. USS എബ്രഹാം ലിങ്കൺ അവിടെ തന്നെ ഉണ്ട്, കറന്റ് ഓപ്പറേറ്റിംഗ് ഇൻ മിഡിൽ ഈസ്റ്റ്. ഓക്കെ. അതുപോലെ USS ജോർജ് H.W. ബുഷ് എയർക്രാഫ്റ്റ് ഈസ് ഓൾസോ ഓൺ ഇറ്റ്സ് വേ ടു മിഡിൽ ഈസ്റ്റ്, മിഡിൽ ഈസ്റ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന്. അതായത് USS ജോർജ് H.W. ബുഷ് മിഡിൽ ഈസ്റ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഓൺ ദ വേ ആണ്. ഇത് ഒന്നെങ്കിൽ അവിടെ തന്നെ അവരെ കൂടെ ജോയിൻ ചെയ്യും, ഇല്ലെങ്കിൽ USS ജെറാൾഡ് R. ഫോർട്ടിനെ റീപ്ലേസ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ 3 എയർക്രാഫ്റ്റ് കരിയർ, US ഏറ്റവും വലിയ 3 എയർക്രാഫ്റ്റ് കരിയർ ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലേക്ക് എത്തിയിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ ഇറാന്, അതായത് ഈ ഒരു ഡീൽ ഇനി എത്തിയിട്ടില്ലെങ്കിൽ ഇറാനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പുറപ്പാടുകളും US എല്ലാ ഭാഗത്തും ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ മനസ്സിലാക്കണം ഈ സീസ് ഫയറിന്റെ പിന്നിലുള്ള ഉദ്ദേശം. അതായത് സീസ് ഫയർ പ്രഖ്യാപിച്ചതിന് ശേഷം US ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അവരുടെ ഡിസ്ട്രോയ് ആയിട്ടുള്ള എല്ലാ ബേസും ശരിയാക്കി കൊണ്ടുവരുന്നുണ്ട്, മെയിൻ്റെനൻസ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ അവിടെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ, എന്തൊക്കെ എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ അവിടെ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അതായത് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ള, അതുപോലെ അവിടെ ഡിസ്ട്രോയ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ എത്തിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഫുള്ളി പ്രിപ്പയർഡ് ആണ് ഇനി വരുന്ന അടിക്ക്. അതായത് അടുത്ത അടി, ഈ ഒരു ഡീൽ എത്തിയില്ലെങ്കിൽ അടുത്ത അടി ഉറപ്പാണ്. അപ്പോൾ അതിന് പരമാവധി എങ്ങനെയൊക്കെ അടിക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെയുള്ള പ്രിപ്പറേഷൻ US ചെയ്യുന്നുണ്ട്. ആ ഒരു പ്രിപ്പറേഷൻ ടൈം കാരണം ആ യുദ്ധം, അതായത് നമ്മൾ അന്ന് സീസ് ഫയർ നടന്നിട്ടില്ലെങ്കിൽ 2-3 ദിവസത്തിനുള്ളിൽ തന്നെ US എല്ലാ ബേസിന്റെ കാര്യത്തിലും തീരുമാനമാകുമായിരുന്നു. കാരണം എല്ലാം ഔട്ട് ഓഫ് എന്താ പറയാ, അവിടെയുള്ള കാര്യങ്ങളൊക്കെ ഔട്ടായിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. എല്ലാ കാര്യങ്ങളും എന്താ പറയാ, ലോഞ്ചേഴ്സ് ഔട്ട് എല്ലാ കാര്യങ്ങളും അവിടെ തീരാനായിട്ടുണ്ട് എന്നുള്ള ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു US തന്നെ. അതിനുശേഷമാണ് ഈ ഒരു സീസ് ഫയർ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സീസ് ഫയർ ഉണ്ടായ സമയത്ത് എല്ലാ കാര്യങ്ങളും റീഫില്ല് ചെയ്യും, കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ആക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ സീസ് ഫയറിന്റെ യഥാർത്ഥ ഉദ്ദേശം എന്ന് പറയുന്നത് പീസ് ടോക്ക് അല്ല, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതൊക്കെ അവർ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതാ 3 എയർക്രാഫ്റ്റുകൾ അവിടെ മിഡിൽ ഈസ്റ്റിൽ എത്തിയിട്ടുമുണ്ട്. സോറി, എയർക്രാഫ്റ്റ് അല്ല, എയർക്രാഫ്റ്റ് കാരിയേഴ്സ് ആണ് എത്തിയിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഇവിടെ നോക്കേണ്ട ഒരു കാര്യം, US അമേരിക്ക, ഡൊണാൾഡ് ട്രംപ് അണ്ണൻ പറയും ഞാൻ ഇത് ചെയ്യും, ഇപ്പൊ ചെയ്യും, ഇപ്പൊ ചെയ്യും, ഇപ്പൊ പൊട്ടിക്കും എന്ന് പറഞ്ഞ് നടക്കും. പക്ഷെ
ഇറാൻ അങ്ങനല്ല, പൊട്ടിക്കെന്ന് പറഞ്ഞാൽ അപ്പം പൊട്ടിക്കും. ഇപ്പൊ കണ്ടില്ലേ, ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞു. ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും വയലേഷൻസ് ഉണ്ടെങ്കിൽ അപ്പം ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തുറന്നു ഇന്നലെ, അതേപോലെ ഇന്ന് പൂട്ടുകയും ചെയ്തു. അതാണ് ഇറാൻ, പറഞ്ഞ കാര്യം ചെയ്തിരിക്കും.